കന്യകമാരുടെ ഉപമ നമുക്കെല്ലാം സുപരിചിതമാണല്ലോ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25 അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലൂടെ ഇതിൽ വിരിഞ്ഞ ഈ മനോഹരമായ ഉപമയെ ആസ്പദമാക്കി ചെറിയൊരു നർമ്മത്തിലും അതോടൊപ്പം ചെറിയൊരു ചിന്തയ്ക്കും വേണ്ടി ചില വർത്തമാന സാഹചര്യങ്ങളുമായി കോർത്തിണക്കി നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ സെയിന്റ് തോമസ് ചർച്ച്, ഗാർലൻഡ്, മാതൃജ്യോതിസ് അമ്മമാർ ഒരുമിച്ച് അവതരിപ്പിക്കുന്ന ഈ ചെറിയ സ്കിറ്റിലെ തെറ്റുകളും കുറ്റങ്ങളും പൊറുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും നിങ്ങളുടെ ഏവരുടെയും പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ടും ഞങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 10 കന്യകമാർ. താമസം തോന്നുന്നു. വേഗം വാ. പറഞ്ഞാല് വേറെ ആരെയും കാണുന്നുണ്ടല്ലോ. കസേരയൊക്കെ ഒഴിഞ്ഞു കിടക്കുവാണല്ലോ. ഇന്ന് അച്ഛനമ്മ പോയി കാണണം. ഒരിക്കലുമില്ല. പ്രാർത്ഥനയും ഉപവാസവും പരിത്യാഗവും പ്രായശ്ചിത്തവും വഴി നേടിയെടുത്തതാണ് ഈ സുദിനം. അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല ഈ അനുഗ്രഹീത സമയം. എന്നാലും ബാക്കി 5 പേരെ കൂടി കാണാനുണ്ടല്ലോ. ഇനി അവരെങ്ങാനും വരാതിരിക്കുവോ? എനിക്കെന്തോ പേടി തോന്നുന്നു. ഒരിക്കലും പേടിക്കണ്ടെന്നേ. നമ്മൾ കൃത്യസമയത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. ധൈര്യമായിട്ടിരിക്കുക. എന്നാ പിന്നെ നമുക്ക് തിരി താഴ്ത്തി വെച്ച് പ്രിയനെ കാത്തിരുന്നാലോ? അല്ലെങ്കിൽ അവൻ വരുമ്പോഴേക്കും വിളക്കിൽ എണ്ണയെല്ലാം പറ്റി നമുക്ക് നിരാശരായി മടങ്ങുണ്ടാവുന്നാലോ? അത് ശരിയാ. അങ്ങനെയാണെങ്കിൽ ഉറക്കം വരാതിരിക്കാനായി പ്രിയൻ വരുന്നത് വരെ നമുക്ക് പാട്ടുപാടി സ്തുതിക്കാം. അയ്യോ, ഞാൻ കേട്ടില്ലെന്നേ. അല്ല, നീ എന്താ താമസിച്ചത്? അതൊന്നും പറയാതിരിക്കുന്ന നല്ലത്. ഇതെന്ത് കൂട്ടായാലോ? ഇന്നിവിടെ ഗാനമേളയുണ്ടോ? ഇതറിഞ്ഞ ഞാനൊരു കരോക്കെ ഒക്കെ ആയിട്ട് വന്നാനേ. അറിഞ്ഞില്ലല്ലോ. വലിയ ഭക്തനാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ വെള്ളയും വെള്ളയും വിട്ട് വന്നിരിക്കുന്നത്? നമ്മുടെ കൂടെ വരാന്ന് പറഞ്ഞ മറ്റു രണ്ടെണ്ണത്തിനെ കണ്ടില്ലല്ലോ. പിന്നെന്താ നിന്റെ പുതിയ ജോലിക്കാര്? ആപ്പിളിൽ നിന്ന് മൈക്രോസോഫ്റ്റിൽ നിന്നും എന്നെ വിളിയോട് വിളിയാ. എനിക്ക് പക്ഷെ ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് ഞാനിങ്ങും പോകുന്നില്ല. നീ പിന്നെ നല്ല ആപ്പിൾ പറിക്കാനായിരിക്കും. നീ എന്താണ് ഇത്ര താമസിച്ചത്? രാവിലെ എനിക്ക് സുംബ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, എനിക്കത് മിസ്സാക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഫ്രണ്ട്സിനൊപ്പം ഒരു ലഞ്ച്, അതും സിറ്റിയിൽ. അത് കഴിഞ്ഞ് വരുമ്പോഴാണ് മെട്രോക്കാർ വിളിക്കുന്നത്. അവർക്ക് എന്റെ ഒരു ഇന്റർവ്യൂ വേണമെന്ന്. എന്റെ ഡാൻസ് കണ്ടിട്ടേ അവർക്ക് ഡാൻസ് മാത്രമല്ല, കുറച്ച് സൗന്ദര്യമുള്ളവരെയും കൂടെ വേണമെന്ന്. എന്ത് ചെയ്യാനാ, ഈ സൗന്ദര്യമുള്ളവരുടെ ഓരോ ബുദ്ധിമുട്ടേ. അല്ല, നമ്മുടെ ഇൻഫ്ലുവൻസർ ഇതുവരെ വന്നില്ലേ? ഞാനിവിടെ ഉണ്ടേ. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. നിർത്തടി, നീ ഇത്ര നേരം എവിടെ ആയിരുന്നു? മലയാളമായിരുന്നു. ഓഹോ, എന്റെ അമ്മേ, സ്വന്തം ഭാഷ ആയതുകൊണ്ട് ഒരു റിലാക്സേഷൻ ഉണ്ട്. ഇംഗ്ലീഷ് പറഞ്ഞ് ഞാൻ മടുത്തു. ഇതൊക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പോസ്റ്റ് ആണല്ലോ. നീ ആമസോണിലോ നെറ്റ്ഫ്ലിക്സിലോ എവിടെയെങ്കിലും കൊണ്ട് പോസ്റ്റിക്കും. നീ ആദ്യം ഇത് പറ. 10 million ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻഫ്ലുവൻസറിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുമോ? റീൽസ്, സ്റ്റോറീസ്, ഷോർട്സ്, പാൻസ്, ജീൻസ്. പാൻസും ജീൻസും? അല്ലല്ല, ഫാൻസ് അതിന് വിട. പിന്നെ മണവാളം വേറായോ? മണവാളൻ എന്നൊരു ക്യാപ്ഷൻ വേണ്ടിയിട്ടാ പൊളിക്കും. മിനിമം ഒരു 1K ലൈക്കെങ്കിലും മേടിച്ചെടുക്കണം. ലൈക്കിന്റെ കാര്യം മനപ്പിലാ ഓർത്തത്.
കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പോ ചാറ്റ് ചെയ്തതിന്റെ ഫോട്ടോ ഇട്ടിട്ട് നിങ്ങളാരും ലൈക്ക് ചെയ്തില്ലല്ലോ, അതെന്താ? വീടും ഇല്ല കറന്റ് പോലും ഇല്ലാത്ത കുടുംബത്തിന് ഇൻഡക്ഷൻ കുക്കർ വാങ്ങിച്ചു കൊടുക്കുന്നതിന്റെ ഫോട്ടോക്കൊക്കെ ഞങ്ങൾ എന്തിനാ ലൈക്ക് അടിക്കുന്നേ? ഇതിനിടയ്ക്ക് അതും കണ്ടുപിടിച്ചോ? യജമാനൻ വരാറായി എന്ന് തോന്നുന്നു. നമുക്ക് എഴുന്നേറ്റ് സ്തുതിച്ചുകൊണ്ട് അവനെ വരവേൽക്കാം. എന്ത് വെപ്രാണ പെണ്ണുങ്ങളെ ഇത്! പുള്ളിക്കാരൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്. എന്നാ നമുക്ക് വിളക്ക് കത്തിക്കാം. എണ്ണ എടുക്ക്. അയ്യോ, ഞാൻ എന്നെ എടുക്കാൻ മറന്നുപോയി. ഇവളോട് എടുക്കാൻ പറഞ്ഞിരുന്നല്ലേ, നീ എടുത്തില്ലേ? ഞാനും എടുത്തില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? നമുക്ക് അവരോട് വെക്കാനേ. ചോദിക്ക് ഇപ്പൊ കിട്ടും. Hey girls, can you share some oil please? അത് പിന്നെ ഞങ്ങൾ തിരിച്ചു തരാം. മറന്നുപോയതുകൊണ്ടല്ലേ ചോദിക്കണത്? അയ്യോ, ഞങ്ങളോടൊന്നും തോന്നരുത്. നിങ്ങൾക്ക് കൂടി പകർന്നു തന്നാൽ അത് നിങ്ങൾക്കും തികയാതെ വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും കടയിൽ നിന്ന് വാങ്ങണതല്ലേ നല്ലത്? ചുരുക്കം പറഞ്ഞ നീ ഒന്നും ഞങ്ങൾക്ക് എണ്ണ തരില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ പ്രശ്ന വേഷക്കാരോട് ചോദിക്കേണ്ടാണ്. നിങ്ങൾ വന്നേ. ഇവിടെ 24 മണിക്കൂർ ഓപ്പൺ ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റ് അടുത്തുള്ളപ്പോ നമ്മൾ എന്തിനാ ഇവരോട് ബാക്ക് ചെയ്യുന്നേ? നമുക്ക് ഒരുമിച്ച് എന്റെ ഫെറാറിയിൽ പോകാം. ഫോളോ മീ. വെള്ളയും വീണിട്ട് അറിയിക്കോളും ഓരോരോ മാരണങ്ങള്. കണ്ടാലോ ഭയങ്കര ഭക്തിയും ഭയം. കയ്യിലിരിപ്പാണെങ്കിലോ ഇവളുമാരത് എവിടെ പോയി? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. കുറച്ചെണ്ണം തലേ കൂടെ ഒഴിച്ചു കൊടുക്കാമായിരുന്നു. അല്ല പിന്നെ അവളുമാരകത്ത് ഒരു കഥ കടിച്ചെന്നാ തോന്നണം. ഇനി നമ്മളെ പഠിച്ചതിന് മുന്നിയോ? എന്റെ ബലമായ സംശയം യജമാനൻ വന്നോന്നാണ്. ഞാനൊന്ന് നോക്കട്ടെ. ഹലോ ഹലോ, ഞങ്ങൾ വന്നു. കഥക്ക് തുറക്കൂ. ഞങ്ങൾ ഈ വാതുക്ക് തന്നെയുണ്ട്. ഹലോ ഹലോ. ആരാണ് നിങ്ങൾ? ഞാൻ നിങ്ങളെ അറിയുന്നില്ല. എന്നെ അറിയില്ലെന്നോ? കേരള അസോസിയേഷന്റെ സോഷ്യൽ സർവീസ് ഡയറക്ടറും വേൾഡ് മലയാളി കൗൺസിലിന്റെ വൈസ് പ്രസിഡന്റും സൗഹൃദവേദി വിമൻസ് ഫോറത്തിന്റെ പ്രസിഡന്റുമായി എന്നെ അറിയില്ലെന്നോ? അത് കൊള്ളാലോ. ഞങ്ങളെ നിങ്ങൾക്കും അറിയില്ല, നിങ്ങളെ ഞങ്ങൾക്കും അറിയില്ല. അപ്പൊ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹലോ, കഥ കൂർക്ക. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ആരെന്നോ എവിടെ നിന്ന് വരുന്നു എന്നോ ഞാൻ അറിയുന്നില്ല. നീ ഇങ്ങോട്ട് മാറിയേ. ഇല്ലാത്ത നേരം ഉണ്ടെങ്കിൽ ഇവിടെ വന്നപ്പോ തുറക്കൂലെന്നോ? ഹലോ, തുറക്കുന്നുണ്ടോ ഇല്ലയോ? ഞങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് 100 വട്ടം പണിയുള്ളതാ. ഹലോ, ഐ ഗോയിങ് ടു ഓപ്പൺ ദി ഡോർ? ഞാൻ ആവർത്തിച്ചു കഴിഞ്ഞു. നിങ്ങളെ ഞാൻ അറിയുന്നില്ല. എന്നെ അറിയില്ല? സോഷ്യൽ മീഡിയയിൽ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള എന്നെ അറിയില്ലെന്നോ? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. കടന്നു പോകൂ ഇവിടെ നിന്ന്. നീ എന്താ പേടിച്ചു പോയോ? ഇതിനേക്കാൾ വലിയ അലറല് കേട്ട് പേടിച്ചിട്ടില്ല. പിന്നെ ഇനി എന്തിനാ നമ്മളിവിടെ നിൽക്കണം? വീട്ടിൽ പോയാൽ ഒന്ന് കിടന്നുറങ്ങുമെങ്കിലും ചെയ്യാം. നിൽക്കൂ. നിങ്ങളുടെ കുത്തഴിഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഓടിയകലുവിൻ. ജാഗരൂകരായിരിക്കുവിൻ. എന്തെന്നാൽ ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. എന്താണ് ആ ശബ്ദം? ദൈവം നമ്മളോട് സംസാരിക്കുന്നത് പോലെ തോന്നുന്നു. എനിക്കാകെ പേടിയാവുന്നു. വരൂ, നമുക്ക് അല്പനേരം പ്രാർത്ഥനയിലായിരിക്കാം. ദൈവമേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ.
എന്റെ ദൈവമേ, ഞങ്ങളുടെ തെറ്റുകൾ പുറത്ത് അങ്ങയുടെ രാജ്യത്തിൽ ഞങ്ങളെയും ചേർക്കണമേ. ദൈവമേ, അഹന്തയും സ്വാർത്ഥതയും അമിതമായ ദ്രവ്യാഗ്രഹവും ഞങ്ങളിൽ നിന്ന് ദൂരെ അകറ്റണമേ. ദൈവമേ, ധൂർത്തും ആർഭാടവും ചെടിക മോഹങ്ങളും ഞങ്ങളിൽ നിന്ന് ഇല്ലാതാക്കണമേ. അങ്ങനെ നിന്റെ രാജ്യത്തിൽ ഞങ്ങളെയും അവകാശികളാക്കണമേ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ.